1 മക്കബയർ 11-ാം അധ്യായം 1 മുതൽ 74 വരെയുള്ള വാക്യങ്ങൾ. ഈജിപ്ത് രാജാവ് കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യം പടയാളികളെ ശേഖരിച്ചു. അനേകം കപ്പലുകൾ ഒരുക്കി. തന്ത്രപൂർവ്വം അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം തട്ടിയെടുത്ത് തൻ്റെതിനോട് ചേർക്കാൻ അവൻ ഉദ്യമിച്ചു. സമാധാന വചസ്സുകളുമായി അവൻ സിറിയയിലേക്ക് പുറപ്പെട്ടു. അലക്സാണ്ടർ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഷെഷറിനെ സ്വീകരിക്കാൻ കവാടങ്ങൾ തുറന്ന് ജനങ്ങൾ നഗരങ്ങളിൽ നിന്നും പുറത്തു വന്നു. എന്നാൽ താൻ പ്രവേശിച്ച ഓരോ നഗരത്തിലും ഡോളമി ഓരോ കാവൽ സേനയെ നിർത്തി. അവൻ അസോത്തോസിനെ സമീപിച്ചപ്പോൾ അഗ്നിക്കിരയായ ദാഗോൺ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ട അസോത്തോസും ഉപനഗരങ്ങളും ചിതറിക്കിടക്കുന്ന ശരീരങ്ങളും ജോനാഥൻ യുദ്ധത്തിൽ ദഹിപ്പിച്ചവരുടെ കരിഞ്ഞ ജഡങ്ങളും അവന് കാണിച്ചു കൊടുത്തു. അവൻ പോകേണ്ട വഴിയിൽ ശവശരീരങ്ങൾ കുന്നുകൂടിയിരുന്നു. ജോനാഥനിൽ കുറ്റം ആരോപിക്കേണ്ടതിന് അവൻ്റെ ചെയ്തികളെല്ലാം അവർ രാജാവിനോട് വിവരിച്ചു. രാജാവ് മൗനം വീക്ഷിച്ചതേയുള്ളൂ. ജോപ്പായിൽ വെച്ച് രാജോചിതമായ സ്വീകരണങ്ങൾ നൽകി. ജോനാഥൻ രാജാവിനെ സ്വീകരിച്ചു. അവർ പരസ്പരം അഭിവാദനം ചെയ്യുകയും അന്ന് രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. എലേവുതെരോസ് നദി വരെ രാജാവിനെ അനുയാത്ര ചെയ്തതിനു ശേഷം ജോനാഥൻ ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നു. സെലൂക്യ വരെയുള്ള സമുദ്രതീരത നഗരങ്ങളുടെ ഭരണാധികാരം ടോളമി രാജാവിനോട് ലഭിച്ചു. അവൻ അലക്സാണ്ടറിനെതിരെ ദുരാലോചനകൾ തുടർന്നു. ദൂതന്മാർ വഴി അവൻ ഡെമേത്രിയോസ് രാജാവിനെ ഇപ്രകാരം അറിയിച്ചു: നമുക്കൊരു ഉടമ്പടി ചെയ്യാം. അലക്സാണ്ടറിന് ഭാര്യയെ നൽകിയ എൻ്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. നിനക്ക് നിൻ്റെ പിതാവിൻ്റെ സാമ്രാജ്യത്തിന്മേൽ ഭരണം നടത്തുകയുമാകാം. എൻ്റെ മകളെ അവന് ഭാര്യയെ നൽകിയതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. കാരണം അവൻ എന്നെ വധിക്കാൻ ശ്രമിച്ചു. അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം മോഹിച്ചിരുന്നതിനാൽ ഡോളമി അവനെതിരെ കുറ്റാരോപണം നടത്തി. തൻ്റെ മകളെ അലക്സാണ്ടറിൽ നിന്ന് തിരിച്ചെടുത്ത് അവൻ ഡെമേത്രിയോസിന് നൽകി. അലക്സാണ്ടറുമായുള്ള സ്നേഹബന്ധം അവൻ വേർപെടുത്തി. അവർ തമ്മിലുള്ള ശത്രുത പരസ്യമായി. ഡോളമി അന്ത്യോക്യയിൽ പ്രവേശിച്ച് ഏഷ്യയുടെ കിരീടമണിഞ്ഞു. അങ്ങനെ അവൻ 2 രാജ്യങ്ങളുടെ ഈജിപ്തിൻ്റെയും ഏഷ്യയുടെയും അധിപനായി. ആ സമയം കിലീക്കയിലുള്ള ജനങ്ങൾ ഒരു വിപ്ലവത്തിന് ഒരുമ്പെട്ടതിനാൽ അലക്സാണ്ടർ രാജാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ് അലക്സാണ്ടർ ഡോളമിക്കെതിരെ പുറപ്പെട്ടു. ഡോളമി അതിശക്തമായ ഒരു സൈന്യത്തോട് വന്ന് അവനെ തോൽപ്പിച്ചോടിച്ചു. പലായനം ചെയ്ത് അലക്സാണ്ടർ അറേബ്യയിലെ അഭയം പ്രാപിച്ചു. ടോളമി രാജാവ് അങ്ങനെ വിജയിച്ചു. അറേബ്യനായ സബ്തോയിൽ അലക്സാണ്ടറിൻ്റെ ശിരസ് ഛേദിച്ച് ടോളമിക്ക് അയച്ചു കൊടുത്തു. എന്നാൽ 3 ദിവസങ്ങൾക്ക് ശേഷം ടോളമി രാജാവ് മരണമടഞ്ഞു. കോട്ടകളിലുണ്ടായിരുന്ന അവൻ്റെ സേന മുഴുവൻ തദ്ദേശവാസികളാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ 167 മണ്ടിൽ ദമേത്രിയോസ് രാജാവായി. ജെറുസലേമിനുള്ള കോട്ട പിടിച്ചടക്കുന്നതിന് വേണ്ടിയുള്ള യൂദയായിലുള്ള ജനങ്ങളെ മുഴുവൻ ജോനാഥൻ വിളിച്ചുകൂട്ടി. അതിനെതിരെ പ്രയോഗിക്കാൻ പല യുദ്ധോപകരണങ്ങളും അവൻ നിർമ്മിച്ചു. സ്വന്തം ജനത്തെ തന്നെ വെറുത്തിരുന്ന ചില അധർമ്മികൾ ചെന്ന് ജോനാഥൻ വലിയൊരു സൈന്യത സന്നാഹത്തോടെ കോട്ട ആക്രമിക്കുന്ന വിവരം രാജാവിനെ ധരിപ്പിച്ചു. ഇത് കേട്ട് അവൻ രോഷാകുലനായി. ഉടൻ തന്നെ ടോളമീസിലേക്ക് വന്നു. ദുർഗാക്രമണം തുടരുന്നെന്നും സംഭാഷണത്തിനായി എത്രയും വേഗം ടോളമാസയിൽ നിന്ന് വന്ന് എന്നെ കാണണമെന്നും ജോനാഥൻ എഴുതി. ഇതറിഞ്ഞപ്പോൾ ദുർഗാക്രമണം തുടരാനാണ് ജോനാഥൻ ആജ്ഞാപിച്ചത്. ഇസ്രായേലിലെ ഏതാനും പുരോഹിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും തിരഞ്ഞെടുത്ത് ആപത്തിനെ നേരിടാൻ അവൻ തീരുമാനിച്ചു. സ്വർണവും വെള്ളിയും തുണിത്തരങ്ങളും മറ്റ് നിരവധി സമ്മാനങ്ങളുമായി അവൻ ടോളമായിസിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. അവൻ രാജപ്രീതിക്ക് പാത്രമായി. സ്വജനത്തിൽപ്പെട്ട ചില അധർമ്മികൾ അവനെതിരെ പരാതി പറഞ്ഞു. എങ്കിലും രാജാവ് തൻ്റെ മുൻഗാമികളെ പോലെ തന്നെ അവനോട് വർദ്ധിക്കുകയും സുഹൃത്തുക്കളുടെ മുന്നിൽ വച്ച് അവനെ ആദരിക്കുകയും ചെയ്തു. രാജാവ് അവൻ്റെ പ്രധാന പുരോഹിത സ്ഥാനവും മുൻപുണ്ടായിരുന്ന മറ്റു ബഹുമതികളും സ്വീകരിക്കുകയും അവനെ തൻ്റെ പ്രമുഖ സ്നേഹിതന്മാരിൽ ഒരുവനായി പരിഗണിക്കുകയും ചെയ്തു. യൂദയായെയും സമരിയയിലെ 3 പ്രാവിശ്യകളെയും കപ്പത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപ്പോൾ ജോനാഥൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു. പകരം 300 താലന്ത് അവൻ വാഗ്ദാനം ചെയ്തു. രാജാവ് അത് സമ്മതിച്ചു. അതിനെക്കുറിച്ച് രാജാവ് ജോനാഥനെ എഴുതിയതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: സഹോദരനായ ജോനാഥനും
യഹൂദ ജനതയ്ക്കും ദെമേത്രിയൂസ് രാജാവിൻ്റെ അഭിവാദനം. നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബന്ധുവായ ലാസ്തനസിന് ഞാൻ എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം ഗ്രഹിക്കേണ്ടതിന് അതിൻ്റെ പകർപ്പ് നിങ്ങൾക്കും അയക്കുന്നു. പിതാവായ ലാസ്തനസിന് ദെമേത്രിയൂസ് രാജാവിൻ്റെ അഭിവാദനം. ഞങ്ങളുടെ മിത്രങ്ങളും ഞങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കുന്നവരുമായ യഹൂദജനത്തിന് അവർ കാണിച്ച സന്മനസ്സിനെ പ്രതി നന്മ ചെയ്യാൻ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. യൂദയായും സമരിയായിൽ നിന്നുള്ള യൂദയായോട് ചേർക്കപ്പെട്ട അഫേറമ, ലിഥ, റഫാദീം എന്നീ പ്രാവിശ്യകളുടെയും പ്രാന്തപ്രദേശങ്ങളും അവർക്ക് അവകാശപ്പെട്ടതുമാണെന്ന് ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നു. ജെറുസലേമിൽ ബലി അർപ്പിക്കുന്നവർക്ക് മുൻകാലങ്ങളിൽ ആണ്ടുതോറും ധാന്യങ്ങളിൽ നിന്ന് വൃക്ഷഫലങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന രാജകീയ നികുതി ഞങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്നു. കൂടാതെ ദശാംശം, കപ്പം, ഉപ്പളങ്ങളിന്മേലുള്ള ഭോഗങ്ങൾ, കിരീട നികുതി എന്നീ ഇനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതവും ഞങ്ങൾ ഇളവ് ചെയ്യുന്നു. ഈ ആനുകൂല്യങ്ങളിൽ ഒന്നും മേലിൽ നീക്കം ചെയ്യപ്പെടുകയില്ല. അതിനാൽ ഇതിൻ്റെ ഒരു പകർപ്പെടുക്കാൻ ശ്രദ്ധിക്കുക. അത് ജോനാഥന് നൽകുകയും അവൻ വിശുദ്ധഗിരിയിൽ ശ്രദ്ധേയമായ ഒരിടത്ത് അത് സ്ഥാപിക്കുകയും ചെയ്യട്ടെ. തൻ്റെ ഭരണത്തിൽ രാജ്യം ശാന്തമാണെന്നും തന്നോട് ആർക്കും എതിർപ്പില്ലെന്നും കണ്ട ദെമേത്രിയൂസ് രാജാവ് വിജാതീയ ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ച വിദേശീയ സേന ഒഴികെ മറ്റ് സേനാ വിഭാഗങ്ങളെ അവരവരുടെ നാടുകളിലേക്ക് പിരിച്ചയച്ചു. തന്മൂലം തൻ്റെ പിതാക്കന്മാരെ സേവിച്ചു പോകുന്ന പടയാളികൾ അവനെ വെറുത്തു. മുൻകാലത്ത് അലക്സാണ്ടറിനെ തുണച്ചിരുന്ന ഒരുവനാണ് ട്രീഫോ. സൈന്യം മുഴുവൻ ദെമേത്രിയൂസിനെതിരെ പിറുപിറുക്കുന്നുവെന്ന് കണ്ട് അവൻ അലക്സാണ്ടറിൻ്റെ കൊച്ചുമകൻ അന്തിയോക്കസിനെ വളർത്തിയിരുന്ന അറബിയായ ഇമാൽക്കുവേയുടെ അടുത്ത് ചെന്നു. പിതാവിൻ്റെ സ്ഥാനത്ത് രാജാവാകേണ്ടതിന് അന്തിയോക്കസിനെ വിട്ടുതരണമെന്ന് ട്രീഫ നിർബന്ധിച്ചു. ദെമേത്രിയൂസിൻ്റെ ചെയ്തികളെക്കുറിച്ചും അവനെ സ്വന്തം സേനകൾ വെറുക്കുന്നതിനെക്കുറിച്ചും ഇമാൽക്കുവേക്ക് വിശദീകരിച്ചു കൊടുത്തു. കുറേ ദിവസം അവൻ അവിടെ താമസിക്കുകയും ചെയ്തു. ജെറുസലേം കോട്ടയിലും മറ്റ് ശക്തിദുർഗങ്ങളിലുമുള്ള സേനാനികളെ ഇസ്രായേലിനെതിരെ പടപൊരുതുക കാരണം അവിടെ നിന്ന് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോനാഥൻ ദെമേത്രിയൂസ് രാജാവിന് അഭ്യർത്ഥന അയച്ചു. ദെമേത്രിയൂസ് ജോനാഥന് ഈ സന്ദേശം അയച്ചു: നിനക്കും ജനത്തിനും വേണ്ടി ഇത് ചെയ്യുക മാത്രമല്ല, സന്ദർഭമുണ്ടായാൽ വലിയ ബഹുമതികൾ നൽകുവാനും ഞാൻ തയ്യാറാണ്. സേനകൾ എന്നോട് വിധേയത്വം പുലർത്തിയാകിയാൽ എന്നെ സഹായിക്കാൻ കുറേ പേരെ അയച്ചു തന്നതിനാൽ കൊള്ളാം. അതനുസരിച്ച് 3000-ഓളം വീരയോദ്ധാക്കളെ ജോനാഥൻ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവർ അടുക്കളെത്തിയപ്പോൾ അവരുടെ ആഗമനത്തിൽ രാജാവ് അത്യധികമായി സന്തോഷിച്ചു. രാജാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ 120,000-ഓളം വരുന്ന നഗരവാസികൾ നഗരത്തിൽ ഒന്നിച്ചുകൂടി. രാജാവ് കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു. നഗരത്തിലെ പ്രധാന നിരത്തുകൾ കൈയേറി നഗരവാസികൾ യുദ്ധം തുടങ്ങി. രാജാവ് യഹൂദരെ സഹായത്തിന് വിളിച്ചു. അവർ ഓടിയെത്തി നഗരത്തിലെങ്ങും നിരന്നു. 100,000-ഓളം പേരെ അന്ന് തന്നെ കൊന്നൊടുക്കി. അവർ നഗരത്തെ അഗ്നിക്കിരയാക്കി ധാരാളം കൊള്ളവസ്തുക്കൾ കയ്യിലാക്കി. അങ്ങനെ രാജാവിനെ രക്ഷിച്ചു. യഹൂദർ നഗരം കൈയടക്കുകയും യഥേഷ്ടം അതിന്മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നതുകൊണ്ട് നഗരവാസികൾ അസ്തധൈര്യരായി രാജസന്നദ്ധയിൽ ഇങ്ങനെ കേണപേക്ഷിച്ചു: ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞങ്ങൾക്കും നഗരത്തിനുമെതിരായുള്ള യുദ്ധത്തിൽ നിന്ന് യഹൂദരെ പിന്തിരിപ്പിക്കണമേ. അവർ ആയുധം ഉപേക്ഷിച്ച് സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടു. രാജാവിൻ്റെയും ജനത്തിൻ്റെയും മുമ്പിൽ യഹൂദർ ഏറെ ബഹുമാനിതരായി. ധാരാളം വസ്തുവകകളുമായി അവർ ജെറുസലേമിലേക്ക് മടങ്ങി. ദെമേത്രിയൂസ് രാജാവ് സിംഹാസനത്തിൽ തുടർന്നു. അവൻ്റെ ഭരണത്തിന് കീഴിൽ ദേശത്ത് സമാധാനം നിലനിന്നു. എന്നാൽ അവൻ തൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചു. ജോനാഥനിൽ നിന്ന് അകന്ന് ജോനാഥൻ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്തില്ലെന്ന് മാത്രമല്ല, അവനെ വളരെയേറെ ദ്രോഹിക്കുകയും ചെയ്തു. ബാലനായ അന്ത്യോക്കസുമായി ട്രീഫ തിരഞ്ഞെത്തി. അന്ത്യോക്കസ് കിരീടം ധരിച്ച് ഭരണം ആരംഭിച്ചു. ദെമേത്രിയൂസ് പിരിച്ചുവിട്ട സേനകൾ അവൻ്റെ പക്ഷം ചേർന്നു. ദെമേത്രിയൂസിനെതിരെ പൊരുതി. ദെമേത്രിയൂസ് പരാജിതനായി പലായനം ചെയ്തു. ട്രീഫ ആനകളെ കൈവശപ്പെടുത്തുകയും അന്ത്യോക്യ തൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. യുവരാജാവായ അന്ത്യോക്കസ് ജോനാഥന് ഈ വിധം എഴുതി: പ്രധാന പുരോഹിതനായി ഞാൻ നിന്നെ സ്വീകരിക്കുകയും 4 പ്രാവശ്യങ്ങളുടെ ആധിപത്യം ഏൽപ്പിക്കുകയും രാജമിത്രങ്ങളിൽ ഒരാളായി നിന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു.
രാജാവ് അവയൊരു സ്വർണ്ണ തളികയും മറ്റ് ഭോജനോപകരണങ്ങളും കൊടുത്തയച്ചു. സുവർണ ചഷങ്ങളിൽ നിന്ന് പാനം ചെയ്യാനും രാജവസ്ത്രവും സ്വർണ്ണ കൊത്തുകളും ധരിക്കാനുമുള്ള അവകാശവും നൽകി. ജോനാഥന്റെ സഹോദരനായ ശിമയോനെ ടയറിലെ ലാദർ മുതൽ ഈജിപ്തിന്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശങ്ങളുടെ അധിപനാക്കുകയും ചെയ്തു. ജോനാഥൻ പുറപ്പെട്ട് നദിക്കക്കരെയുള്ള ദേശത്തും നഗരങ്ങളിലും സഞ്ചരിച്ചു. സിറിയ സൈന്യം അവനോട് സഖ്യം ചേർന്നു. അസക്ലോണിലെത്തിയപ്പോൾ നഗരവാസികൾ അവനെ സ്വീകരിക്കുകയും ആദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവൻ ഗാസയിലേക്ക് പോയി. എന്നാൽ ഗാസ നിവാസികൾ അവനെതിരെ നഗര കവാടങ്ങൾ അടച്ചു കളഞ്ഞു. അതിനാൽ അവൻ നഗരം വളയുകയും സമീപ പ്രദേശങ്ങൾ അഗ്നിക്കിരയാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഗാസ നിവാസികൾ ജോനാഥനോട് കിണപേക്ഷിക്കുകയും അവൻ അവരുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. അവരുടെ ഭരണാധികാരിമാരുടെ മക്കളെ ജാമ്യത്തോടെ തടവുകാരടുപ്പിച്ച് അവൻ ജെറുസലേമിലേക്ക് അയച്ച് ദമാസ്കസ് വരെ അവൻ രാജ്യത്തിലുടനീളം സഞ്ചരിച്ചു. തന്നെ അധികാരത്തിൽ നിന്ന് തുരത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയൊരു സൈന്യവുമായി ദമേത്രിയൂസിന്റെ സേനകൾ ഗലീലയിലേക്ക് ആദേശിലെത്തിയിട്ടുണ്ടെന്ന് ജോനാഥൻ കേട്ടു. സഹോദരനായ ശിമയോനെ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് അവരെ നേരിടുന്നതിനായി അവൻ പുറപ്പെട്ടു. ശിമയോൻ ബേത്സൂറിന് മുമ്പിൽ പാളയമടിക്കുകയും അനേക ദിവസം അതിനെതിരെ പടപൊരുതുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അവർ അപ്പോൾ സമാധാന ഉടമ്പടിക്കായി അപേക്ഷിക്കുകയും അവൻ അതിൽ സമ്മതിക്കുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് അവരെ പുറത്താക്കി നഗരം കൈവശപ്പെടുത്തുകയും ഒരു കാവൽ സൈന്യത്തെ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഖനസരത്ത് തടാകത്തിനരികെ ജോനാഥനും സേനയും പാളയമടിച്ചു. അതിരാവിലെ തന്നെ അവർ ഹാസൂർ സമതലത്തിലേക്ക് തിരിച്ചു. അവിടെ വെച്ച് വിദേശീയ സൈന്യം അവനുമായി ഏറ്റുമുട്ടി. അവനെതിരെ മലകളിൽ അവർ കെണിയൊരുക്കിയിരുന്നു. അവർ അവനെ മുഖത്തോട് മുഖം എതിർത്തു. അപ്പോൾ പതിയിരുന്നവർ ഒളിസ്ഥലങ്ങളിൽ നിന്ന് വന്ന് യുദ്ധത്തിൽ ചേർന്നു. ജോനാഥനോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം പലായനം ചെയ്തു. അബ്സലോമിന്റെ മകൻ മത്താഥിയാസും കാൽഫിയുടെ മകൻ യൂദാസും ഒഴികെ ആരും അവശേഷിച്ചിട്ടില്ല. ഇരുവരും സൈന്യാധിപന്മാരായിരുന്നു. ജോനാഥൻ വസ്ത്രം കീറി തലയിൽ പൂഴി വിതറി പ്രാർത്ഥിച്ചു. അവൻ മടങ്ങിച്ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ തുരത്തി. അവർ പലായനം ചെയ്തു. അവനെ വിട്ട് ഓടിപ്പോയവർ ഇത് കണ്ട് തിരിച്ചു വന്ന് അവനോട് ചേർന്നു. അവർ ശത്രുക്കളെ പിന്തുടർന്ന് കാദേശിലുള്ള അവരുടെ പാളയത്തിലെത്തുകയും അവിടെ പാളയമടിക്കുകയും ചെയ്തു. വിദേശീയരിൽ 3000 പേർ അന്ന് മരിച്ചു വീണു. അനന്തരം ജോനാഥൻ ജെറുസലേമിലേക്ക് മടങ്ങി. 1 മക്കബയർ 12-ാം അധ്യായം 1 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. സമയം അനുകൂലമാണെന്ന് കണ്ട് ജോനാഥൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കാനും നവീകരിക്കുന്നതിനും വേണ്ടി ഏതാനും പേരെ തിരഞ്ഞെടുത്ത് റോമായിലേക്ക് അയച്ചു. അതിനുവേണ്ടി തന്നെ സ്പാർത്തയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും അവൻ സന്ദേശം അയച്ചു. അവർ റോമായിലെത്തി അവിടുത്തെ പ്രതിനിധി സഭയിൽ പ്രവേശിച്ചു പറഞ്ഞു: പ്രധാന പുരോഹിതനായ ജോനാഥനും യഹൂദ ജനതയും റോമാക്കാരുമായുള്ള മുൻ സൗഹൃദവും സംഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു. യൂദാദേശത്തേക്ക് സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമാക്കാർ അവരെ ഏൽപ്പിച്ചു. ജോനാഥൻ സ്പാർത്താക്കാർക്ക് എഴുതിയ കത്തിൻ്റെ പകർപ്പാണിത്. പ്രധാന പുരോഹിതനായ ജോനാഥനും രാജ്യത്തിലെ പ്രതിനിധി സഭയും പുരോഹിതന്മാരും മറ്റ് യഹൂദരും സ്പാർത്തായിലെ തങ്ങളുടെ സഹോദരന്മാർക്ക് അഭിവാദനം അർപ്പിക്കുന്നു. അതോടൊപ്പം അയക്കുന്ന പകർപ്പ് വ്യക്തമാകുന്നതുപോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരനാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മുൻപ് ഒരു കത്തയച്ചിരുന്നല്ലോ. ഓനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സഖ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു. ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സാഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് ആളെ അയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് കത്തയച്ചിട്ട് ഏറെ കാലം കഴിഞ്ഞിരിക്കയാൽ നാം തമ്മിൽ അകൽച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും ബലി അർപ്പിക്കുന്നതിലും പ്രാർത്ഥനകളിലും നിരന്തരം അനുസ്മരിക്കുന്നു.
സഹോദരരെ അനുസ്മരിക്കുക ഉചിതവും ന്യായവുമാണല്ലോ. നിങ്ങളുടെ മതത്തിന് ഞങ്ങൾ ആഹ്ലാദിക്കുന്നു. ഞങ്ങളാകട്ടെ ഏറെ പീഡനങ്ങളും യുദ്ധങ്ങളും വലയം ചെയ്തിരിക്കുന്നു. ചുറ്റുമുള്ള രാജാക്കന്മാർ ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിന് വരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മറ്റ് സംഖ്യാക്ഷികളെയോ സുഹൃത്തുക്കളെയോ ഈ യുദ്ധങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട്. ശത്രുവിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടി. അവർ ലജ്ജിതരായി. റോമാക്കാരുമായുള്ള ഞങ്ങളുടെ മുൻ സൗഹൃദവും സംഖ്യവും നവീകരിക്കുന്നതിന് അന്ത്യോക്കസിന്റെ മകൻ ന്യൂമേനിയോസിന്റെയും ജാസന്റെ മകൻ അന്തിപാത്രനെയും ഞങ്ങൾ തിരഞ്ഞെടുത്തയച്ചിരിക്കുന്നു. നിങ്ങളുടെ അടുത്ത് വന്ന് അഭിവാദനം അർപ്പിക്കുന്നതിനും നമ്മുടെ സാഹോദര്യവും നവീകരിക്കുന്നതിനും സംബന്ധിച്ചുള്ള ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദയവായി ഞങ്ങൾക്ക് ഇതിന് മറുപടി തരുവിൻ. ഓനിയാസ് നയിച്ച കത്തിന്റെ പകർപ്പ് ഇതാണ്. സ്പാർത്തായിലെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മംഗളം ആശംസിക്കുന്നു. സ്പാർത്താക്കാരും യഹൂദരുടെ സഹോദരാണെന്നും അബ്രഹാത്തിന്റെ വംശത്തിൽപ്പെട്ടവരാണെന്നും രേഖകളിൽ കാണുന്നു. ഇതറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ക്ഷേമം അറിയിച്ചാലും. ഞങ്ങൾക്ക് എഴുതാനുള്ളത് ഇതാണ്. നിങ്ങളുടെ കന്നുകാലികളും വസ്തുവകകളും ഞങ്ങൾക്കുള്ളതാകുന്നു, ഞങ്ങളുടേത് നിങ്ങൾക്കുള്ളതും. ഈ വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് ദൂതന്മാരോട് ഞങ്ങൾ ആജ്ഞാപിച്ചിട്ടുണ്ട്. ദെമേത്രിയൂസിന്റെ സേനാധിപന്മാർ മുമ്പത്തേക്കാൾ വലിയൊരു സൈന്യവുമായി തനിക്കെതിരെ വീണ്ടും പടക്കി വന്നിട്ടുണ്ടെന്ന് ജോനാഥൻ കേട്ടു. ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് ഹാമാത്ത് പ്രദേശത്ത് വെച്ച് അവൻ അവരുമായി ഏറ്റുമുട്ടി. തന്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല. അവൻ അവരുടെ പാളയത്തിലേക്ക് ചാരന്മാരെ അയച്ചു. രാത്രിയിൽ യഹൂദരുടെ മേൽ ചാടി വീഴാൻ ശത്രു ഒരുങ്ങി നിൽക്കുകയാണെന്ന് അവർ അവന് വിവരം നൽകി. സൂര്യാസ്തമയമായപ്പോൾ രാത്രി മുഴുവൻ യുദ്ധത്തിന് തയ്യാറായി ആയുധവുമേന്തി ജാഗരൂകതയോടെ നിൽക്കാൻ ജോനാഥൻ തന്റെ സേനകളോട് ആജ്ഞാപിക്കുകയും പാളയത്തിനു ചുറ്റും ഉപരക്ഷസേനയെ ഏർപ്പെടുത്തുകയും ചെയ്തു. ജോനാഥനും സൈന്യവും യുദ്ധസജ്ജരാണെന്ന് കേട്ട ശത്രുക്കൾ ഭയചകിതരും നഷ്ടധൈര്യവുമായി പാളയത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് അവർ പിൻവാങ്ങി. വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുകയാൽ ജോനാഥനും സൈന്യവും നേരം പുലരുന്നതുവരെ ഇക്കാര്യം അറിഞ്ഞില്ല. ജോനാഥൻ പിന്തുടർന്നുവെങ്കിലും അവർ എലൂതെരൂസ് നദി കടന്നിരുന്നതിനാൽ അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല. ജോനാഥൻ സബഥിയർ എന്നറിയപ്പെട്ടിരുന്ന അറബികളെ ആക്രമിച്ച് കീഴടക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്തു. പാളയം വിട്ട് അവൻ ദമാസ്കസിലെത്തുകയും ആ പ്രദേശത്തിലൂടെ മുന്നേറുകയും ചെയ്തു. ഷിമയോൻ അസ്കലോണും അതിനടുത്തുള്ള ശക്തി കേന്ദ്രങ്ങളും വരെ രാജ്യത്തിനുടനീളം മുന്നേറി. അവൻ ജോഫായിൽ കടന്ന് ഓർക്കാപ്പുറത്ത് അത് അധീനമാക്കി. ദെമേത്രിയൂസ് അയച്ചിരുന്ന സൈന്യത്തിന് കോട്ട വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നുവെന്ന് അവൻ കേട്ടിരുന്നു. അതിൻ്റെ സംരക്ഷണത്തിനായി ഒരു കാവൽ സേനയെ അവൻ നിയോഗിച്ചു. ജോനാഥൻ തിരിച്ചു വന്ന ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂദയായിൽ ശക്തി ദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ജെറുസലേമിന്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക, സൈന്യത്തിന് ക്രിയവിക്രയം നടത്താനാകത്തക്ക വിധം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ അതിനും കോട്ടയ്ക്കുമിടയിൽ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെക്കുറിച്ചും അവർ ആലോചിച്ചു. നഗരനിർമ്മാണത്തിനായി അവർ ഒന്നിച്ചുകൂടി. കിഴക്ക് വശത്തെ താഴ്വരയിലുണ്ടായിരുന്ന മതിലിന്റെ ഒരു ഭാഗം നിലം പതിച്ചിരുന്നു. കഫേനാഥ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു. ഷിമയോൻ ഷെഫേലായിലെ ആദിത നിർമ്മിച്ചു. ഓടാമ്പിലുള്ള വാതിലുകൾ വെച്ച് അതിനെ സുരക്ഷിതമാക്കി. ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്തിയോക്കസ് രാജാവിനെ തിരേകരമുയർത്തുന്നതിനും ടീഫ്ര ശ്രമിച്ചു. ജോനാഥൻ അത് സമ്മതിക്കുകയില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അവൻ ഭയപ്പെട്ടു. തന്മൂലം ജോനാഥനെ പിടികൂടി വധിക്കുന്നതിന് അവസരം അന്വേഷിച്ച് അവൻ സൈന്യവുമായി ബേഷാനിലെത്തി. സമർത്ഥരായ 40,000 യോദ്ധാക്കളുമായി അവനെ നേരിടാൻ ജോനാഥൻ ബേത്ഷാനിലെത്തി. വലിയൊരു സൈന്യവുമായാണ് അവൻ വരുന്നതെന്ന് കണ്ട് ട്രീഫ അവനെതിരെ കരമുയർത്താൻ ഭയപ്പെട്ടു.
ട്രീഫോ ആദരപൂർവ്വം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും ചെയ്തു. അവന് സമ്മാനങ്ങൾ നൽകുകയും തന്നോടെന്ന പോലെ വിധേയത്വം പുലർത്താൻ സൈന്യത്തിനും സുഹൃത്തുക്കൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അവൻ ജോനാഥനോട് പറഞ്ഞു, നാം യുദ്ധത്തിലായിരിക്കെ ഈ ആളുകളെ നീ എന്തിനെ ബുദ്ധിമുട്ടിച്ചു? ഏതാനും പേരെ നിന്നോടൊത്ത് നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക. എന്നിട്ട് എന്നോടൊപ്പം ഡോളോമൈസിലേക്ക് വരിക. ഞാൻ അതും മറ്റ് ശക്തിദുർഗങ്ങളും ശേഷിക്കുന്ന സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും നിനക്ക് വിട്ടുതരാം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം. ഇക്കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജോനാഥൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ സൈന്യത്തെ തിരിച്ചയച്ച് അവർ യൂദദേശത്തേക്ക് മടങ്ങി. 3000 പേരെ അവൻ തന്നോടൊത്ത് നിർത്തി. അതിൽ 2000 പേരെ ഗലീലയിൽ നിയോഗിച്ചു. 1000 പേർ അവനെ അനുഗമിച്ചു. ജോനാഥൻ ഡോളോമൈസിൽ വന്ന ഉടനെ അവിടുത്തുകാർ കവാടങ്ങളടച്ച് അവനെ പിടികൂടി. അവനോടൊപ്പം അകത്ത് കടന്നവരെയെല്ലാം അവർ വാളിനിരയാക്കി. ജോനാഥന്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ട്രീഫ്ര ഗലീലയ്ക്കും മഹാസമതലത്തിലേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെയും അയച്ചു. ജോനാഥൻ പിടിക്കപ്പെട്ടുവെന്നും അവനോടൊത്തുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കിയ അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസജ്ജരായ വ്യൂഹങ്ങളെ മുന്നേറി. അവർ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് മനസ്സിലാക്കി. അവരെ അനുധാവനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു. അവരെല്ലാം സുരക്ഷിതരായി യൂദാദേശത്തെത്തി. ജോനാഥനെയും അവനോടൊത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ഇസ്രായേലർ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു. അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല. അതിനാൽ നമുക്ക് അവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായ്ച്ചു കളയാമെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു.